ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്കിയുള്ള MCQs ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാം, എന്താണ് നമ്മൾ ഇന്നലത്തെ MCQs കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരണേ. MCQ സെറ്റ് 1 ആയിരുന്നു. അതിനകത്ത് നമ്മൾ കോമ്പോസിഷൻ ഓഫ് മിൽക്കും ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്കും ആണ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ കേസിൽ ആ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കമൻറ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പൊതുവേ നമ്മുടെ വിറ്റാമിനകത്ത് ഇല്ലാത്ത വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിനാണ് ഏത് C എന്ന് പറയുന്നത്. വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ ആയിട്ടുള്ള B അതിനകത്ത് അവൈലബിൾ ആണ്, പക്ഷേ ഏത് അവൈലബിൾ അല്ല, C അതിനകത്ത് കാണപ്പെടാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻ നമ്മൾ നോക്കുമ്പോൾ Aയും Dയും Eയും അതിനകത്ത് കാണപ്പെടാറുണ്ട്, K കാണപ്പെടാറില്ല അല്ലേ. അപ്പോൾ ആ രണ്ട് വൈറ്റമിൻസ് ആണ് നമ്മുടെ മിൽക്കിന് പ്രസൻറ്റ് അല്ലാത്തത്. പക്ഷേ ഇന്നലത്തെ ക്വസ്റ്റ്യനകത്ത് വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ ഓപ്ഷനകത്ത് 3 ഫാറ്റ് സൊല്യൂബിൾ ആയിരുന്നു, ഒരു വാട്ടർ സൊല്യൂബിളാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ ആ വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ സൊല്യൂബിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ വൈറ്റമിൻ C ആണ്, പക്ഷേ അവിടെ കറക്റ്റ് വരെ വൈറ്റമിൻ C ആണ് കേട്ടോ. പക്ഷേ മിൽക്കിനകത്ത് വൈറ്റമിൻ C അത്രത്തോളം ഇല്ല, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ടെൻഷൻ ആവരുത്, വീണ്ടും പറയാണ്, നമ്മൾ പഠിച്ച വാല്യൂ ആണ് കറക്റ്റ്. ഓക്കെ, നമ്മൾ പഠിച്ച വാല്യൂ അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടാവും, അങ്ങനെ നമ്മൾ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ചില്ലിങ് മിൽക്ക് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ കളക്ഷൻ? മാർക്കറ്റ് മിൽക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എന്തിനാണ് കളക്ഷൻ കഴിഞ്ഞ പാടനെ നമ്മൾ എന്തിനാണത് ചില്ല് ചെയ്യുന്നുള്ളത്? ബാക്ടീരിയൽ ഗ്രോത്ത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ചില്ല് ചെയ്യുന്നുള്ളത് അല്ലേ, റെഫ്രിജറേറ്റ് ചെയ്യുന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ടെസ്റ്റ് പെർഫോംഡ് ഓൺ മിൽക്ക് അറ്റ് ദ കളക്ഷൻ സെൻറ്റർ? ഏതാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളത്? ആൽക്കഹോൾ ടെസ്റ്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആൽക്കഹോൾ ടെസ്റ്റ് എന്ന് ഇല്ലേ. ഡയറി ടെക്നോളജീൻ്റെ തന്നെ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോനകത്ത് ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ, എന്താണ് ആൽക്കഹോൾ ടെസ്റ്റ് എന്ന്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നുള്ള ഒരു ടെസ്റ്റാണ് ഈ ആൽക്കഹോൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മിൽക്ക് റിസീവ് ചെയ്ത പാടിന് സാധാരണ ചെയ്യുന്നുള്ള ആ ടെസ്റ്റുകളെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം ടെസ്റ്റ് എന്ന് പറയാം. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാറ്റ്ഫോം ടെസ്റ്റ്. വാട്ട് ഈസ് ദ ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ സ്റ്റോറിങ് മിൽക്ക് ഇൻ ബൾക്ക് കൂളേഴ്സ്? ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സാധാരണ മിൽക്കിനെ സ്റ്റോർ ചെയ്യുക. വാട്ട് ഈസ് മെൻ ബൈ മാർക്കറ്റ് മിൽക്ക്? മാർക്കറ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെന്താ പറഞ്ഞത്, നമ്മൾ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് കൺസ്യൂം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്, അല്ലാണ്ട് അത് ഒരിക്കലും ഡയറി പ്രോഡക്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതോ അങ്ങനെയുള്ള മിൽക്കിന് നമ്മൾ എന്തെന്ന് പറയില്ല, മാർക്കറ്റ് മിൽക്ക് എന്ന് പറയില്ല. സോ മിൽക്ക് ദാറ്റ് ഈസ് ഡയറക്ട്ലി സോൾഡ് ടു കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ്ലി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാർക്കറ്റ് മിൽക്ക് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ള ഓപ്ഷനകത്ത് കാണാം, മിൽക്ക് യൂസ്ഡ് ഫോർ മേക്കിംഗ് ചീസ്, മിൽക്ക് സോൾഡ് അറ്റ് ഹോൾസെയിൽ പ്രൈസസ്, മിൽക്ക് വിത്ത് ആഡഡ് പ്രിസർവേറ്റീവ്സ്. ഇതിന് കറക്റ്റ് ഓപ്ഷൻ വരും ഓപ്ഷൻ A ആണ് കേട്ടോ. വിച്ച് ഫാക്ടർ ഈസ് കൺസിഡേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിറ്റർമൈനിങ് ദ പ്രൈസ് ഓഫ് മിൽക്ക്? സാധാരണ മിൽക്കിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ ഫാറ്റും SNF നോക്കിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ്ലിയസ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് ദ മിൽക്ക് ഏതാണ്? ഫാറ്റാണ്. ഓക്കെ, വിച്ച് മെത്തേഡ് ഈസ് കോമൺലി യൂസ് ടു ചെക്ക് അഡൾട്ടറേഷൻ ഇൻ മിൽക്ക്? മിൽക്കിൻ്റെ അഡൾട്ടറേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഏത് മെത്തേഡാണ്? ലാക്ടോമീറ്റർ ടെസ്റ്റാണ്. ബോയിലിംഗ് ചെയ്തിട്ടോ വിഷ്വൽ ഇൻസ്പെക്ഷൻ കൊണ്ടോ ഫ്ലെയിം ടെസ്റ്റ് ചെയ്താലോ നമുക്കത് കിട്ടില്ല. ലാക്ടോമീറ്റർ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അഡൾട്ടറേഷൻ മനസ്സിലാവുള്ളൂ കേട്ടോ. വാട്ട് ഡസ് SNF സ്റ്റാൻഡ് ഫോർ ഇൻ മിൽക്ക് ടെസ്റ്റിംഗ്? SNF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സോളിഡ്സ് നോട്ട് ഫാറ്റ് ആണ് SNFൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നില്ല, നമുക്കറിയാം. വാട്ട് ഈസ് ദ യൂഷ്വൽ ഫാറ്റ് കണ്ടൻറ്റ് ഇൻ ഫുൾ ക്രീം മിൽക്ക്? ഫുൾ ക്രീം മിൽക്കിൻ്റെ കേസിൽ ഫാറ്റ് കണ്ടൻറ്റ് എത്രയാണ് വരുന്നുള്ളത്? 6% ആണ് ഫാറ്റ് കണ്ടൻറ്റ്. അതുപോലെ തന്നെ SNF എത്രയാണ്? 9% ആണ് അല്ലേ. നമ്മൾ ആദ്യത്തെ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതായിരുന്നു? കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നതിനകത്ത് സ്കിം മിൽക്കിൻ്റെത്, അതുപോലെ തന്നെ ഡബിൾ ടോൺഡ് മിൽക്കിൻ്റെത്, കൗ മിൽക്കിൻ്റെത്, ബഫലോ മിൽക്കിൻ്റെത്, അങ്ങനെ ഓരോ കാറ്റഗറി നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ മിൽക്ക് കളക്ഷൻ സെൻറ്റർ? മിൽക്ക് കളക്ഷൻ സെൻറ്ററിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം തന്നെ പാസ്ചറൈസ് ചെയ്യാണോ വേണ്ടത്? അല്ല, പകരം എന്താണ്? കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാണ് വേണ്ടത്. ടു ഡിസ്ട്രിബ്യൂട്ട് മിൽക്ക് ടു കൺസ്യൂമേഴ്സ്, അത് ലാസ്റ്റാണ് വരുന്നുള്ളത്. ആദ്യം നമ്മൾ കളക്ട് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനൊക്കെ ശേഷമാണ് ഓപ്ഷൻ D ആയിട്ടുള്ള പാക്കേജിംഗ് ഒക്കെ വരുന്നുള്ളത് കേട്ടോ. പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് മിൽക്ക് ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് മാർക്കറ്റ് മിൽക്ക്? മാർക്കറ്റ് മിൽക്ക് എന്ന് നമ്മൾ അറിയപ്പെടുന്നുള്ളത് ഏത് ടൈപ്പ് മിൽക്കാണ് ഇതിനകത്ത്? പാസ്ചറൈസ്ഡ് ആൻഡ് പാക്കേജ്ഡ് മിൽക്ക്, റോ മിൽക്ക് ഫ്രം ഫാംസ്, കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ തന്നെ പൗഡേർഡ് മിൽക്ക്. ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് വരുന്നുള്ളത് പാസ്ചറൈസ്ഡ് ആൻഡ് പാക്കേജ്ഡ് മിൽക്കാണ് മാർക്കറ്റ് മിൽക്കായിട്ട് ഇവിടെ പറയുന്നുള്ളത് കേട്ടോ. ഓക്കെ, പൗഡേർഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും വരില്ല. പക്ഷേ ഇവിടെ റോ മിൽക്ക് ഫ്രം ഫാംസ് എന്തുകൊണ്ട് വന്നില്ല എന്നെനിക്ക് അറിയില്ല കേട്ടോ.
അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇവിടെ കറക്റ്റ് വന്നിട്ടുള്ളത് പാസ്ചറൈസ്ഡ് ആൻഡ് പാക്കേജ്ഡ് മിൽക്കാണ്. ഓക്കെ ആണേ. ഇത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ലെവലിൽ ചെയ്യുന്നുള്ളത് കേട്ടോ. ഒരു റൗണ്ട് നമ്മൾ ഈ സിലബസിനകത്തുള്ള മൊത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെവൽ കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും കേട്ടോ. ഓക്കെ. വാട്ട് ഈസ് ദ ഐഡിയൽ ടെമ്പറേച്ചർ റേഞ്ച് ഫോർ ട്രാൻസ്പോർട്ടിങ് മിൽക്ക്? 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് എന്തെന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വിച്ച് എക്യുപ്മെൻറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ബൾക്ക് മിൽക്ക് കൂളിംഗ് അറ്റ് കളക്ഷൻ സെൻറ്റേഴ്സ്? കളക്ഷൻ സെൻറ്റേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഈ ഓപ്ഷനകത്ത് കറക്റ്റ് വരിക ബൾക്ക് മിൽക്ക് കൂളറാണ് കേട്ടോ. ബൾക്ക് മിൽക്ക് കൂളറാണ്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ഈസ് ടിപ്പിക്കലി യൂസ് ടു ട്രാൻസ്പോർട്ട് മിൽക്ക് ഓവർ ലോങ് ഡിസ്റ്റൻസസ്? നമ്മൾ പറഞ്ഞു ട്രക്കൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ റെഫ്രിജറേറ്റഡ് ടാങ്കറാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് അല്ലേ. 4 ഓപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ റെഫ്രിജറേറ്റഡ് ടാങ്കറാണ് കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ്, വൈ ഈസ് അജിറ്റേഷൻ നെസസറി ഡ്യൂറിങ് മിൽക്ക് കൂളിംഗ്? മിൽക്ക് കൂളിങ്ങിൻ്റെ സമയത്ത് നെസസറി അജിറ്റേഷൻ എന്തുകൊണ്ടാണ് നെസസറി ആയിട്ട് വരുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു പ്രിവെൻറ്റ് ഫാറ്റ് സെപ്പറേഷൻ. അവിടെ നമ്മൾ അജിറ്റേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫാറ്റ് സെപ്പറേഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇംപ്രോപ്പർ മിൽക്ക് ട്രാൻസ്പോർട്ടേഷൻ? ഇംപ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് സ്പോയിൽ ആവും. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻസുലേഷൻ ഇൻ മിൽക്ക് ടാങ്കേഴ്സ്? നമ്മൾ മിൽക്ക് ടാങ്കേഴ്സ് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് ടാങ്കേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ്? അവിടെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു 0 to 1.5 ഡിഗ്രി സെൽഷ്യസ് അതിനുള്ളിൽ മാത്രമേ നമ്മളൊരു 12 അവർ ജേണിയൊക്കെ ചെയ്യുമ്പോഴും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ വരാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ ടാങ്കേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് വേണ്ട. വാട്ട് ഫാക്ടർ മസ്റ്റ് ബി അവോയ്ഡഡ് ഡ്യൂറിങ് മിൽക്ക് ട്രാൻസ്പോർട്ടേഷൻ? മസ്റ്റ് ബി അവോയ്ഡഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷനകത്ത് നമ്മൾ നോക്കി സ്റ്റഡി ടെമ്പറേച്ചർ മെയിൻ്റനൻസ്, അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമല്ല. മിൽക്ക് അജിറ്റേഷൻ നമ്മൾ എൻഷുർ ചെയ്യണം എന്ന് അത്രത്തോളം അത് പറയുന്നില്ല. പിന്നെ യൂസിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക്സ്, എക്സ്പോഷർ ടു സൺലൈറ്റ്. അതിനകത്ത് മസ്റ്റ് ബി അവോയ്ഡഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത് എക്സ്പോഷർ ടു സൺലൈറ്റ് ആണ്. വാട്ട് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ മിൽക്ക് ട്രാൻസ്പോർട്ട് ടാങ്കേഴ്സ്? ടാങ്കേഴ്സിന് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ ആണേ. അടുത്ത നോക്കിയേ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഫിൽട്രേഷൻ ഇൻ മിൽക്ക് പ്രോസസ്സിംഗ്? മിൽക്ക് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ മെയിനായിട്ട് നമുക്ക് ഫിൽട്രേഷൻ്റെ മെയിൻ പർപ്പസ് ആയിട്ട് വരുന്നത് എന്താണ്? വിസിബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും ഡേർട്ടും നമുക്ക് റിമൂവ് ചെയ്യുക അല്ലേ. ഡിസോൾവ്ഡ് സോളിഡ്സിനെ നമുക്ക് ഒരിക്കലും ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഫാറ്റ് കണ്ടൻറ്റ് റിമൂവ് ചെയ്യാനും പറ്റില്ല, അതുപോലെ തന്നെ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റില്ല. എന്താ പറ്റുന്നുള്ളത്? വിസിബിൾ ആയിട്ടുള്ള ഡേർട്ടിനെയും ഇമ്പ്യൂരിറ്റീസിനെയും നമുക്ക് റിമൂവ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. വിച്ച് എക്യുപ്മെൻറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ മിൽക്ക് ക്ലാരിഫിക്കേഷൻ? അപ്പോൾ ഫിൽട്രേഷൻ വേറെയാണ്, ക്ലാരിഫിക്കേഷൻ വേറെയാണ്. ക്ലാരിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഏതാണ്? ഈ ഓപ്ഷനകത്ത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതാണ്. സെൻട്രിഫ്യൂഗൽ ക്ലാരിഫയർ. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ക്ലാരിഫയർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ഫിൽട്ടർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മിൽക്ക് ഫിൽട്രേഷൻ? ഏത് ടൈപ്പ് ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. സാൻഡ് ഫിൽറ്റർ ആണോ, ക്ലോത്ത് ഫിൽറ്റർ ആണോ, പേപ്പർ ഫിൽറ്റർ ആണോ, അതോ മെഷ് സ്ക്രീൻ ഫിൽറ്റർ ആണോ? അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക മെഷ് സ്ക്രീൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് റിമൂവ് ഡ്യൂറിങ് മിൽക്ക് ക്ലാരിഫിക്കേഷൻ എപ്പാർട്ട് ഫ്രം ഡേർട്ട് ആൻഡ് വിസിബിൾ ഇമ്പ്യൂരിറ്റീസ്? അപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഡേർട്ടും വിസിബിൾ ഇമ്പ്യൂരിറ്റീസും ആണ് റിമൂവ് ചെയ്യുന്നത്. അത് കൂടാണ്ട് നമ്മൾ ക്ലാരിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ് പോകുന്നുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ല്യൂക്കോസൈഡ്സ് പോലുള്ള സെൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ. മാസ്റ്റൈറ്റിസിൻ്റെ കേസിലൊക്കെ ല്യൂക്കോസൈഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള മിൽക്ക് വരാറുണ്ട്. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും സെൽസ് അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ക്ലാരിഫിക്കേഷനിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഏതിലൂടെയാണ് റിമൂവ് ചെയ്യുക? സൊമാറ്റിക് സെൽസും മൈക്രോ ഓർഗാനിസംസും ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് റിമൂവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെനിഫിറ്റ് ഓഫ് മിൽക്ക് ക്ലാരിഫിക്കേഷൻ? മിൽക്ക് ക്ലാരിഫിക്കേഷൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നുള്ളത് എന്താണ്? എൻഹാൻസസ് മിൽക്ക് ഫ്ലേവർ, ഇംപ്രൂവ്സ് ഷെൽഫ് ലൈഫ് ഓഫ് മിൽക്ക്, ഇൻക്രീസസ് മിൽക്ക് വോളിയം, റിഡ്യൂസസ് മിൽക്ക് അസിഡിറ്റി. നമ്മൾ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നതിലൂടെ മിൽക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, മിൽക്ക് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ മിൽക്ക് അസിഡിറ്റി കുറക്കാനും പറ്റില്ല. എന്തേ പറ്റുള്ളൂ? മൈക്രോ ഓർഗാനിസത്തിനൊക്കെ റിമൂവ് ചെയ്തിട്ട് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനേ പറ്റുള്ളൂ. വാട്ട് ഈസ് ദ ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ മിൽക്ക് ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ? ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട. 35 to 45 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ തന്നിരിക്കുന്നതിനകത്ത്. പിന്നെ വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ? ഫിൽട്രേഷനും ക്ലാരിഫിക്കേഷനും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഫിൽട്രേഷൻ റിമൂവ്സ് ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ്. ഫിൽട്രേഷനകത്ത് ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് ആണോ റിമൂവ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഓപ്ഷൻ എ വരെ നമുക്ക് കട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഓപ്ഷൻ ബി. ഫിൽട്രേഷൻ റിമൂവ്സ് വിസിബിൾ ഇമ്പ്യൂരിറ്റീസ്, ക്ലാരിഫിക്കേഷൻ റിമൂവ്സ് മൈക്രോസ്കോപ്പിക് ഇമ്പ്യൂരിറ്റീസ്. അത് പിന്നെയും വരാം. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കണേ.
ഫിൽട്രേഷൻ റിമൂവ്സ് ഫാറ്റ്. അപ്പോൾ തന്നെ ഓപ്ഷൻ സി കട്ട് ചെയ്യാം. ഓപ്ഷൻ ഡി, ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ ആർ ഐഡൻറ്റിക്കൽ പ്രോസസ്സ്. അതുമല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് വരിക. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ ഫിൽറ്റേഴ്സ് ഫോർ മിൽക്ക് ഫിൽട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മെഷാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണോ, ഗ്ലാസ് വൂളാണോ, നൈലോൺ ഓർ പോളിസ്റ്റർ മെഷാണോ, അതുപോലെ തന്നെ കോട്ടൺ ആണോ? അപ്പോൾ കറക്റ്റ് വരിക ഓപ്ഷൻ സി, നൈലോൺ ഓർ പോളിസ്റ്റർ മെഷാണ്. നെക്സ്റ്റ്, വൈ ഈസ് മിൽക്ക് ക്ലാരിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ബിഫോർ പാസ്ചറൈസേഷൻ. നമ്മൾ എന്താണ്, കളക്ഷൻ ഓഫ് മിൽക്ക് കഴിഞ്ഞു, അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ, കൂളിംഗ് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഫിൽട്രേഷനും ക്ലാരിഫിക്കേഷനും. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ, ഹോമോജനൈസേഷൻ, പാസ്ചറൈസേഷൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ എപ്പോഴും നമ്മൾ പാസ്ചറൈസേഷന് മുന്നെയാണ് ചെയ്യുന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റിമൂവ് ഇമ്പ്യൂരിറ്റീസ് ദാറ്റ് മേ അഫക്റ്റ് പാസ്ചറൈസേഷൻ എഫിഷ്യൻസി. അപ്പോൾ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അതിനകത്തുണ്ടെങ്കിൽ നമ്മുടെ പാസ്ചറൈസേഷൻ്റെ എഫിഷ്യൻസിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാരിഫിക്കേഷൻ എപ്പോഴും പാസ്ചറൈസേഷന് മുൻപിൽ ചെയ്യുന്നുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ്റെ കേസിൽ ഓപ്ഷൻ എ ആയിട്ടുള്ള ഡേർട്ട് പാർട്ടിക്കിൾസ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓപ്ഷൻ ബി ആയിട്ട് വരുന്നില്ല, ഹെയറും സ്ട്രോ ഒക്കെ നമുക്ക് ഫിൽറ്ററിലൂടെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ഡി, സാൻഡ് പാർട്ടിക്കിൾസും നമുക്ക് റിമൂവ് ചെയ്യാം. എന്ത് പറ്റില്ല, ബാക്ടീരിയ ഒന്നും നമുക്ക് ഫിൽറ്ററിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണേ. അടുത്ത് നോക്കിയേ, വാട്ട് ഡസ് ദ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മിൽക്ക് പ്രൈമർലി എയിം ടു അച്ചീവ്. എന്താണ് മെയിനായിട്ട് സ്റ്റാൻഡർഡൈസേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നുള്ളത്? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതാണോ, മിൽക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതാണോ, എൻഹാൻസിങ് ടേസ്റ്റ് ആണോ? ആ 3 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. മെയിൻറ്റെയിനിങ് എ കൺസിസ്റ്റൻറ്റ് ഫാറ്റ് ആൻഡ് SNF കണ്ടൻറ്റ്. എപ്പോഴും ഫാറ്റിൻ്റെയും SNFൻ്റെയും കണ്ടൻറ്റ് ഒരു കൺസിസ്റ്റൻ്റ് ആക്കി നിലനിർത്തുന്നതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നുള്ളത്, സ്റ്റാൻഡർഡൈസേഷൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വിടാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂഷ്വൽ ഫാറ്റ് കണ്ടൻറ്റ്? 3% ആണ് യൂഷ്വലായിട്ട് വരുന്നുള്ള ഫാറ്റ് കണ്ടൻറ്റ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിനകത്ത്. നെക്സ്റ്റ്, വിച്ച് എക്യുപ്മെൻറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ സ്റ്റാൻഡർഡൈസിങ് മിൽക്ക്? കോമൺ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് ക്രീം സെപ്പറേറ്റർ യൂസ് ചെയ്യാം അല്ലേ. ഫാറ്റ് കണ്ടൻറ്റ് നമുക്ക് ക്രീം സെപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഫാറ്റ് കുറച്ചിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മിൽക്ക് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇത് നമ്മൾ പറഞ്ഞു, വൈ ഈസ് സ്റ്റാൻഡർഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് ഇൻ മിൽക്ക് പ്രോസസ്സിങ്. എന്തുകൊണ്ടാണ് മിൽക്ക് പ്രോസസ്സിങ്ങിനകത്ത് സ്റ്റാൻഡർഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളത്? ഒരു യൂണിഫോം ക്വാളിറ്റി ഉണ്ടാകുന്നുണ്ട് അല്ലേ, അക്രോസ് ദ ബാച്ചസ് നമ്മൾ ഏതെടുത്താലും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ഒന്ന് നോക്കി, എൻഹാൻസ് ഫ്ലേവർ വരില്ല, ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ ഒരിക്കലും വരില്ല, ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനും വരില്ല. ടു എൻഷുവർ ഇൻഫോം ക്വാളിറ്റി അക്രോസ് ബാച്ചസ് ആണ് കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ്, വിച്ച് കോമ്പോണൻറ്റ് ഈസ് ആഡഡ് ടു മിൽക്ക് ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് SNF കണ്ടൻറ്റ് ഡ്യൂറിങ് സ്റ്റാൻഡർഡൈസേഷൻ. നമ്മൾ പറഞ്ഞു ഫാറ്റിൻ്റെ കണ്ടൻറ്റും SNFൻ്റെ കണ്ടൻറ്റും ഒന്ന് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏത് കോമ്പോണൻ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളത്? ഒന്നെങ്കിൽ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ നമ്മൾ സ്കിംഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നുള്ളത്. ഒരിക്കലും ക്രീമോ വാട്ടറോ ഷുഗറോ നമ്മൾ SNFൻ്റെ കേസിൽ ആഡ് ചെയ്യില്ല. ഓക്കെ, SNFൻ്റെ കേസിൽ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ സ്കിംഡ് മിൽക്കാണ്. ഇത് നോക്കിയേ, വിച്ച് മെത്തേഡ് ഈസ് യൂസ് ടു ടെസ്റ്റ് ദ ഫാറ്റ് കണ്ടൻറ്റ് ഓഫ് ദ മിൽക്ക് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജെർബർ മെത്തേഡ്. നമ്മൾ ഒരുപാട് മെത്തേഡിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാറിപ്പോകരുത്. അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സും ഉണ്ട്, അതൊക്കെ പഠിച്ചു വെക്കണേ, മാറിപ്പോകാണ്ട്. മറന്നുപോയൊരു ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നെക്സ്റ്റ്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ. എന്തിനാണ് തന്നിരിക്കുന്നതിനകത്ത്? ചീസ് പ്രൊഡക്ഷനോ യോഗർട്ട് മേക്കിങ്ങിനോ ആനിമൽ ഫീഡിനോ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് കൺസംഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് മിൽക്ക് ഈസ് നോട്ട് പ്രോപ്പർലി സ്റ്റാൻഡർഡൈസ്ഡ്. നമ്മളത് പ്രോപ്പർലി സ്റ്റാൻഡർഡൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ, ഇറ്റ് മേ സ്പോയിൽ ഫാസ്റ്റർ. സാധ്യതയില്ല. സ്റ്റാൻഡർഡൈസ് ചെയ്തെങ്കിലും അവിടെ സ്പോയിലിങ്ങിൻ്റെ റേറ്റ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോബിയൽ ലോഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്റ്റാൻഡർഡൈസേഷനുമായിട്ട് സ്പോയിലേജിന് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ഇറ്റ് കനോട്ട് ബി പാസ്ചറൈസ്ഡ്. ഓപ്ഷൻ സി ഒന്ന് നോക്കുക, അങ്ങനെ ഇല്ല. ഓക്കെ, സ്റ്റാൻഡർഡൈസ് ചെയ്താലും ഇല്ലെങ്കിൽ നമുക്ക് പാസ്ചറൈസേഷൻ ചെയ്യാം. ആൻഡ് ഇറ്റ് ബിക്കംസ് അൺഫിറ്റ് ഫോർ കൺസംഷൻ. ഇല്ല, അത് അൺഫിറ്റ് ഒന്നും ആവാറില്ല. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ന്യൂട്രീഷണൽ കണ്ടൻറ്റ് മേ വാരി ആണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഇനി കുറച്ച് പാസ്ചറൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും വരിക. മൊത്തം ഓപ്ഷൻസ് വായിക്കാനൊന്ന് ശ്രമിക്കുക കേട്ടോ. പിന്നെ സെക്കൻഡ്, വിച്ച് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്. ഇവിടെയുള്ള ഓപ്ഷൻസ് നോക്കുക. ഹോമോജനൈസേഷൻ, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം, ഫിൽട്രേഷൻ, സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ കോമൺലി നമ്മൾ പാസ്ചറൈസേഷൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? HTST അല്ലേ. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ് ഇൻ HTST പാസ്ചറൈസേഷൻ മെത്തേഡ്. അപ്പോൾ HTST എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പാസ്ചറൈസേഷൻ ആണ്. അതിനകത്ത് എന്താണ്? ഹൈ ടെമ്പറേച്ചറും ഷോർട്ട് ടൈമുമാണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഷോർട്ട് ടൈം വരുന്നുള്ളത് 5 സെക്കൻഡ്സും
15 സെക്കൻഡ്സും ആണ് ഷോർട്ട് ടൈമിൽ വരുന്നത്. പക്ഷേ നമ്മൾ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലൊന്നും പോകുന്നില്ല. ഒരു 72 ഡിഗ്രി സെൽഷ്യസ് ആണ് പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചറായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ LT അതായത് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം ആകുമ്പോൾ 63 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 62 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. What is the main difference between sterilization and pasteurization? പാസ്ചറൈസേഷനും സ്റ്റെറിലൈസേഷൻ ഓഫ് മിൽക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഓപ്ഷൻ എ ഒന്ന് നോക്കിയേ. പാസ്ചറൈസേഷൻ കിൽസ് ഓൾ മൈക്രോ ഓർഗാനിസംസ്, സ്റ്റെറിലൈസേഷൻ കിൽസ് ഓൺലി ഹാംഫുൾ വൺസ്. അതൊന്നും അല്ല കേട്ടോ. നെക്സ്റ്റ് ഓപ്ഷൻ ബി അവിടെ ഇരിക്കട്ടെ. ഓപ്ഷൻ സി, പാസ്ചറൈസേഷൻ ഇംപ്രൂവ്സ് ഫ്ലേവർ, സ്റ്റെറിലൈസേഷൻ ഡസ് നോട്ട്. അല്ലല്ലോ, നമ്മൾ എന്താ പറഞ്ഞത്? പാസ്ചറൈസേഷൻ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്ലേവറൊന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡി, പാസ്ചറൈസേഷൻ റിമൂവ്സ് ഫാറ്റ്, സ്റ്റെറിലൈസേഷൻ ഡസ് നോട്ട്. അതും അല്ല കേട്ടോ. ഫാറ്റൊന്നും പാസ്ചറൈസേഷൻ പ്രോസസ്സിലൂടെ റിമൂവ് ചെയ്യപ്പെടുന്നില്ല. ഓപ്ഷൻ ബി നോക്കിയേ. പാസ്ചറൈസേഷൻ യൂസസ് ലോവർ ടെമ്പറേച്ചേഴ്സ്, സ്റ്റെറിലൈസേഷൻ യൂസസ് ഹൈ ടെമ്പറേച്ചേഴ്സ്. സ്റ്റെറിലൈസേഷൻ്റെ കേസിൽ നമ്മൾ 120 130 ഒക്കെയാണ് ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. പാസ്ചറൈസേഷൻ്റെ കേസിൽ ഒരു 60 to 70 ആ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം പാസ്ചറൈസേഷനിൽ ലോവർ ടെമ്പറേച്ചറും സ്റ്റെറിലൈസേഷനിൽ ഹയർ ടെമ്പറേച്ചറുമാണ്. ഹൂ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻവെൻറ്റിംഗ് ദ പ്രോസസ് ഓഫ് പാസ്ചറൈസേഷൻ? ആ പാസ്ചറൈസേഷൻ എന്നുള്ള പേര് വരാൻ തന്നെ കാരണമാരാണ്? ലൂയിസ് പാസ്ചർ ആണ്. അപ്പോൾ നമുക്ക് ആരാണ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്? ലൂയിസ് പാസ്ചർ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് പാസ്ചറൈസ്ഡ് മിൽക്ക് വെൻ സ്റ്റോർഡ് അണ്ടർ പ്രോപ്പർ റെഫ്രിജറേഷൻ? നമ്മളൊരു പ്രോപ്പർ റെഫ്രിജറേഷനിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 1 വീക്ക് വരെ വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 7 to 10 days ആണ്. നെക്സ്റ്റ്, വിച്ച് മൈക്രോ ഓർഗാനിസം ഈസ് കോമൺലി ടാർഗറ്റഡ് ഡ്യൂറിങ് ദ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്? ഇത് പഠിച്ചു വെച്ചോളൂ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്നുള്ള ഒരു ഓർഗാനിസമാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇത് മൈക്കോബാക്ടീരിയം ബോവിൻ എന്ന് വന്ന് കണ്ടാലും നമുക്കത് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കീ അഡ്വാൻറ്റേജ് ഓഫ് പാസ്ചറൈസ്ഡ് മിൽക്ക് ഓവർ റോ മിൽക്ക്? പാസ്ചറൈസ്ഡ് റോ മിൽക്കിനേക്കാളും എന്ത് അഡ്വാൻറ്റേജ് ആണ് പാസ്ചറൈസ്ഡ് മിൽക്കിനുള്ളത്? കൺസംഷന് സേഫ് ആണ്, ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലില്ല, ടേസ്റ്റ് കൂടുതലില്ല, ഡൈജസ്റ്റ് ആവാൻ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. പക്ഷെ എന്താണ്? സേഫ്റ്റി ഫോർ കൺസംഷൻ ആണ് കറക്റ്റായിട്ട് വരിക. വാട്ട് ഡസ് UHT സ്റ്റാൻഡ് ഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മിൽക്ക് പാസ്ചറൈസേഷൻ? നമ്മൾ ഇന്നലെ ലാസ്റ്റ് എത്തിയപ്പോൾ UHTൻ്റെ ഫുൾ ഫോം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? UHTൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ? ഇപ്പോൾ പാസ്ചറൈസേഷൻ തന്നെ നമ്മൾ പറഞ്ഞു LT ഉണ്ട്, അതുപോലെ തന്നെ HTST ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതിനകത്ത് നോക്കി, ബാച്ച് പാസ്ചറൈസേഷൻ, ഫ്ലാഷ് പാസ്ചറൈസേഷൻ, ഡയറക്റ്റ് പാസ്ചറൈസേഷൻ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. അവിടെ വരാത്തത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഡയറക്റ്റ് പാസ്ചറൈസേഷൻ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. തെർമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ LTൻ്റെ ടെമ്പറേച്ചറും HTSTൻ്റെ ടൈമുമാണ് യൂസ് ചെയ്യുന്നത് തെർമൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെ സൈക്രോട്രോഫ്സിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. തെർമൈസേഷൻ എന്താ ഞാൻ പറഞ്ഞത്? HTSTൻ്റെ ടൈമും LTൻ്റെ ടെമ്പറേച്ചറും ഒരു 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ എത്രയോ സെക്കൻഡ്സ്, 15 സെക്കൻഡ്സ് ആണ് ഏത് തെർമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലുള്ളത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ടവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് പാസ്ചറൈസേഷൻ്റെ MCQs. അടുത്തത് ഹോമോജനൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കി, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഹോമോജനൈസേഷൻ ഇൻ മിൽക്ക് പ്രോസസ്സിംഗ്? എന്താണ് നമ്മൾ ഹോമോജനൈസേഷൻ്റെ കേസിൽ ചെയ്യുന്നത്? വലിയ വലിയ ഫാറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും, ചെറിയ ചെറിയ ഫാറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും, ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ സെയിം സൈസിൽ കൊണ്ടുവരിക. അതായത് 12 മൈക്രോമീറ്റർ ഉള്ളതിനൊക്കെ നമ്മൾ 2 മൈക്രോമീറ്റർ എന്ന് പറയുന്ന സൈസിലോട്ട് കൊണ്ടുവരിക. സോ ടു ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഗ്ലോബ്യൂൾ ആൻഡ് എൻഷുർ യൂണിഫോം കൺസിസ്റ്റൻസി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. വിച്ച് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോമോജനൈസിങ് മിൽക്ക്? ഹോമോജനൈസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്യുന്നുള്ളത്. ഒരു നല്ല ഹൈ പ്രഷറിൽ നമ്മൾ ഒരു നാരോ സ്ലിറ്റിലൂടെ നമ്മുടെ മിൽക്കിനെ കടത്തി വിടുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസൊക്കെ യൂണിഫോം കൺസിസ്റ്റൻസിയിൽ വരും. പിന്നെ പ്രഷർ വേണമെങ്കിൽ നിങ്ങൾക്കിത് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഇവിടെ 15 to 25 മെഗാപാസ്കലാണ് വരുന്നുള്ളത്. പിന്നെ നമ്മൾ സൈൻ്റെ കേസിലും അതുപോലെ തന്നെ ബാറിൻ്റെ കേസിലും പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. സിംഗിൾ സ്റ്റേജും അതുപോലെ തന്നെ സിംഗിൾ സ്റ്റേജ് അല്ലാതെ നമ്മൾ ചെയ്തില്ലേ, ഡബിൾ സ്റ്റേജിനകത്തും ഫസ്റ്റ് സ്റ്റേജിൽ എത്രയാണ്, സെക്കൻഡ് സ്റ്റേജിൽ എത്രയാണെന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. ഒന്ന് റിവൈസ് ചെയ്യാം. വാട്ട് ഈസ് ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് ഹോമോജനൈസ്ഡ് മിൽക്ക് ഫോർ കൺസ്യൂമേഴ്സ്? ഇവിടെ നോക്കി, ലോങ്ങർ ഷെൽഫ് ലൈഫ്, ഇംപ്രൂവ്ഡ് ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ, ഹയർ ന്യൂട്രീഷണൽ വാല്യൂ, ഫാസ്റ്റർ പാസ്ചറൈസേഷൻ പ്രോസസ്സ്. നമ്മൾ എയും ഡിയും അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഇംപ്രൂവ്ഡ് ഫ്ലേവറും ടെക്സ്ചറാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അതാണ് മെയിൻ ബെനിഫിറ്റായിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്,
ഹോമോജനൈസേഷൻ പ്രിവെൻറ്റ്സ് വിച്ച് ഫിനോമിനൻ ഇൻ മിൽക്ക്? ഹോമോജനൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിൽക്കിനകത്ത് മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാം, സ്പോയിലേജ് നടക്കാം, പ്രോട്ടീൻ ഡൈനാച്ചുറേഷനും നടക്കാം, പക്ഷേ ക്രീമിൻ്റെ സെപ്പറേഷൻ നടക്കില്ല. സോ സെപ്പറേഷൻ ഓഫ് ക്രീമാണ് ഇവിടെ കറക്റ്റ് വരിക. നെക്സ്റ്റ്, അറ്റ് വാട്ട് സ്റ്റേജ് ഇൻ മിൽക്ക് പ്രോസസ്സിംഗ് ഈസ് ഹോമോജനൈസേഷൻ ടിപ്പിക്കലി പെർഫോംഡ്? ഇവിടെ ശ്രദ്ധിക്കുക, സാധാരണ രീതിയിൽ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ആഫ്റ്റർ പാസ്ചറൈസേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഹോമോജനൈസേഷൻ ടിപ്പിക്കലി ചെയ്യാറുള്ളത് എന്നാണ് കാണുന്നത്. ഓക്കെ, സോ അറ്റ് വാട്ട് സ്റ്റേജ് ഇൻ മിൽക്ക് പ്രോസസ്സിംഗ് ഈസ് ഹോമോജനൈസേഷൻ ടിപ്പിക്കലി പെർഫോംഡ് ചോദിച്ചാൽ ആഫ്റ്റർ പാസ്ചറൈസേഷൻ ചെയ്തതിന് ശേഷം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് ടു ദ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഡ്യൂറിങ് ഹോമോജനൈസേഷൻ? ഹോമോജനൈസേഷൻ ചെയ്യുമ്പോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസിന് എന്താ സംഭവിക്കുന്നത്? അവർ കൂടിച്ചേർന്നിട്ട് ലാർജർ ഗ്ലോബ്യൂൾസ് ആവുകയാണ് ചെയ്യുന്നത്? അല്ല, പകരം അവർ കട്ട് ചെയ്തിട്ട് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവരൊരിക്കലും എൻറ്റയർലി റിമൂവ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ബോട്ടത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്നുമില്ല. പകരം എന്താണ്, ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹോമോജനൈസ്ഡ് മിൽക്ക്? ഹോമോജനൈസ്ഡ് മിൽക്കിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്താ പറയാം? ഷോർട്ടർ ഷെൽഫ് ലൈഫ് കുറക്കുന്നില്ല, പിന്നെ ഇൻക്രീസ്ഡ് അസിഡിറ്റി ഇല്ല, റിഡ്യൂസ്ഡ് പ്രോട്ടീൻ കണ്ടൻറ്റ് ഇല്ല. കറക്റ്റ് വരിക ഡിഫിക്കൽട്ടി ഇൻ ക്രീം സെപ്പറേഷനാണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഹോമോജനൈസേഷൻ ചെയ്താൽ അവിടെ ക്രീം സെപ്പറേഷൻ നടക്കില്ല, അപ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടാവും അതിനകത്ത്. അതാണ് മെയിനായിട്ട് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത്. നെക്സ്റ്റ്, വാട്ട് ടെമ്പറേച്ചർ ഈസ് മിൽക്ക് ടിപ്പിക്കലി ഹീറ്റഡ് ടു ഡ്യൂറിങ് ഹോമോജനൈസേഷൻ? തന്നിരിക്കാവുന്ന ഓപ്ഷനകത്ത് 50 ഡിഗ്രി സെൽഷ്യസ് ടു 70 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹോമോജനൈസേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ. നെക്സ്റ്റ്, ഹോമോജനൈസേഷൻ പ്രൈമർലി എഫക്ട്സ് വിച്ച് കോമ്പോണൻറ്റ് ഓഫ് മിൽക്ക്? നമ്മുടെ മിൽക്കിനകത്ത് ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് ഏത് കോമ്പോണൻറ്റിനെയാണ് നമ്മുടെ ഹോമോജനൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നുള്ളത്? ഫാറ്റ്സിനെയാണ്. ഓക്കെ ആണ്, ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. സ്റ്റെറിലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഓഫ് മിൽക്ക്? എന്താണ് സ്റ്റെറിലൈസേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? ടു കിൽ ഓൾ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിങ് സ്പോർസ്. ഓക്കെ, ഇൻക്ലൂഡിങ് സ്പോർസ്. പിന്നെ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ടൈം യൂസ്ഡ് ഇൻ മിൽക്ക് സ്റ്റെറിലൈസേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്ചറൈസേഷൻ്റെ കേസിൽ ലോവർ ടെമ്പറേച്ചറും സ്റ്റെറിലൈസേഷൻ്റെ കേസിൽ ഹയർ ടെമ്പറേച്ചറും ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, അത് രണ്ടും പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചറാണ്. പിന്നെ എന്നുള്ളത് 110 ഡിഗ്രി സെൽഷ്യസ് ടു 130 ഡിഗ്രി സെൽഷ്യസ് ഫോർ 10 to 30 മിനിറ്റ്സ്. അതാണ് സ്റ്റെറിലൈസേഷൻ്റെ ടെമ്പറേച്ചറായിട്ട് വരുന്നത് കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് പാക്കേജിങ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക്? സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എങ്ങനത്തെ ഉള്ള പാക്കേജിങ്ങിലാണ്? ഗ്ലാസ് ബോട്ടിൽസ് ആണോ, ടെട്രാ പാക്ക് കാർട്ടൺസ് ആണോ, പ്ലാസ്റ്റിക് പൗച്ചസ് ആണോ, മെറ്റൽ ക്യാൻസ് ആണോ? കോമൺ ആയിട്ട് നമ്മൾ കാണുക അസെപ്റ്റിക് ആയിട്ടുള്ള ടെട്രാ പാക്ക് കാർട്ടൺസ് ആണ്. ഓക്കെ, അതിൻ്റെ ലെയർ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ടെട്രാ പാക്കിലാണ് വരിക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് വെൻ സ്റ്റോർഡ് പ്രോപ്പർലി? സ്റ്റെറിലൈസ് ചെയ്ത മിൽക്ക് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വരെ സൂക്ഷിക്കാം? 6 months വരെയൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. വിച്ച് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ മിൽക്ക് പ്രോസസ്സിംഗ്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണ്? UHT ആണ്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഓവർ പാസ്ചറൈസ്ഡ് മിൽക്ക്? പാസ്ചറൈസ്ഡ് മിൽക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റെറിലൈസ്ഡ് മിൽക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അവിടെയും ഇവിടെയും നമ്മൾ പാത്തജൻസിനെ കില്ല് ചെയ്യുന്നുണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ പാസ്ചറൈസ്ഡ് മിൽക്ക് ആകുമ്പോൾ നമ്മളെന്താണ്, റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ 1 വീക്കൊക്കെ മാത്രമേ നമുക്കതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ആ മിൽക്കിന്. പക്ഷേ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ആകുമ്പോൾ എന്താണ്, ഷെൽഫ് ലൈഫ് നമ്മൾ പറഞ്ഞ എന്താണ്, 6 months ഒക്കെ നമ്മൾ പ്രോപ്പർലി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതും വിത്തൗട്ട് റെഫ്രിജറേഷനൊക്കെ നമുക്ക് കുറച്ച് കാലം വെക്കാവുന്നതാണ്. അതാണ് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുള്ളത്. അങ്ങനെ മെയിൻ ഡ്രോബാക്ക് എന്താണ് മിൽക്ക് സ്റ്റെറിലൈസേഷൻ്റെ? അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു കുക്ക്ഡ് ഫ്ലേവറൊക്കെ വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ടേസ്റ്റ് ചേഞ്ചിന് ടേസ്റ്റും അതുപോലെ തന്നെ കളറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്ക്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എലിമിനേറ്റഡ് ബൈ സ്റ്റെറിലൈസേഷൻ ബട്ട് നോട്ട് ഓൾവേസ് ബൈ പാസ്ചറൈസേഷൻ? നോക്കിയേ, നമ്മൾ ഓപ്ഷൻ നോൺ പാത്തജനിക് ബാക്ടീരിയ, സ്പോർസ് ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ലാക്ടോബാസിലസ്, ഫാറ്റ് കണ്ടൻറ്റ്. ഇതിനകത്ത് സ്പോർസ് ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം നമ്മൾ പഠിച്ചിട്ടില്ലേ, ബോട്ടുലിസം എന്ന് പറയുന്നുള്ള കണ്ടീഷൻ ഫുഡ് ഇൻടോക്സിക്കേഷൻ കോസ് ചെയ്യുന്നുള്ള ഒരു ഓർഗാനിസമാണ്. അപ്പോൾ അതിൻ്റെ സ്പോർസിനെ നമുക്ക് പാസ്ചറൈസേഷൻ വഴി എപ്പോഴും കളയാൻ പറ്റണമെന്നില്ല, റിമൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ സ്റ്റെറിലൈസേഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പോർസ് ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിനെ എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്.
What type of heating process is involved in UHT sterilization? പഠിച്ചു വെച്ചോളൂ. ഡയറക്റ്റ് സ്റ്റീം ഇഞ്ചക്ഷൻ ഓർ ഇൻഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹോട്ട് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യുന്നതോ IR ഇൻഫ്രാറെഡ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നതോ മൈക്രോവേവിങ്ങോ അല്ല, പകരം ഡയറക്റ്റ് സ്റ്റീം ഇഞ്ചക്ഷൻ ഓർ ഇൻഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഡസ് നോട്ട് റിക്വയർ റെഫ്രിജറേഷൻ? എന്തുകൊണ്ടാണ് പ്രൈമറി മിൽക്കിനകത്ത് നമുക്ക് റെഫ്രിജറേഷൻ ആവശ്യമല്ലാതെ ഇരിക്കുന്നത്? അതിനകത്തുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തെയും ഇൻക്ലൂഡിങ് സ്പോർസിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് മൈക്രോബയോളജിക്കലി സേഫ് ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് അവിടെ നമുക്ക് റെഫ്രിജറേഷൻ ആവശ്യമായിട്ട് വരാത്തത്. പാക്കേജിങ് ഓഫ് മിൽക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെയാണ്. അപ്പോൾ പറയാണ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് മിൽക്ക് പാക്കേജിങ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മിൽക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്ത് വെക്കുന്നുള്ളത്? എന്താണ്? മിൽക്ക് കണ്ടാമിനേഷൻ, ഫർദർ കണ്ടാമിനേഷനോ സ്പോയിലേജോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നുള്ളത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വെക്കുന്നുള്ളത്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രൈമറി പർപ്പസായിട്ട് വരുന്നുള്ളത്. ഓക്കെ, ടു പ്രൊട്ടക്ട് മിൽക്ക് ഫ്രം കണ്ടാമിനേഷൻ ആൻഡ് സ്പോയിലേജ്. നമ്മൾ പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ ഇതൊക്കെ ചെയ്തു. ഇനി എന്താണ്? മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരാൻ പാടില്ല. ആ മിൽക്കിനകത്ത് ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും, എല്ലാ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്തു. അപ്പോൾ ഇനി പുറമേ നിന്ന് എവിടെ നിന്നും കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ പാക്ക് ചെയ്യുന്നുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ പാക്കേജിങ് മിൽക്ക്? കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പൗച്ചസ് ആണ്. ഗ്ലാസ് ബോട്ടിൽസും മെറ്റൽ ക്യാൻസും പേപ്പർ ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ നോക്കിയാൽ നമ്മൾ കണ്ടിട്ടുള്ള കവേഴ്സൊക്കെ എങ്ങനെയാണ്? പ്ലാസ്റ്റിക് പൗച്ചസിലല്ലേ ഉണ്ടാവുക. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പൗച്ചസ് ആണ്. LDPE, ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ഉപയോഗിച്ചിട്ടുള്ള കവേഴ്സാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് അസെപ്റ്റിക് പാക്കേജിങ് ഓഫ് മിൽക്ക്? അസെപ്റ്റിക് കണ്ടീഷനിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളതെങ്കിൽ അതിനർത്ഥം എന്താണ്? അസെപ്റ്റിക് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്താൽ അവിടെ നമുക്ക് റെഫ്രിജറേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് പാക്കേജിങ് ഈസ് യൂസ്ഡ് ഫോർ UHT മിൽക്ക്? അൾട്രാ ഹൈ ടെമ്പറേച്ചർ, നമ്മളിപ്പോൾ പറഞ്ഞു ടെട്രാ പാക്ക്. ഓക്കെ, ആ ടെട്രാ പാക്കിൻ്റെ ലെയേഴ്സ് മറന്നു പോകരുത്, ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വൈ ആർ ഒപ്പാക് കണ്ടെയ്നേഴ്സ് പ്രിഫേർഡ് ഫോർ മിൽക്ക് പാക്കേജിങ്? മിൽക്ക് പാക്കേജിങ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒപ്പാക് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഇൻഡ്യൂസ്ഡ് സ്പോയിലേജ് വരാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തിൽ നമ്മൾ മസ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ്? ഡയറക്റ്റ് സൺലൈറ്റ് കോൺടാക്റ്റ്, അല്ലേ? ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഒപ്പാക് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് മിൽക്ക് പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്ലാസ് ബോട്ടിൽസ് ഫോർ മിൽക്ക് പാക്കേജിങ്? ഗ്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ അധികം വലിയ ഡിസഡ്വാൻറ്റേജ് ഒന്നുമില്ല. പക്ഷെ എന്താണ്? ഹെവിയാണ്. പ്ലാസ്റ്റിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹെവിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലാണ്ട് നോൺ റീസൈക്ലബിളോ അതുപോലെ തന്നെ റീസൈക്ലബിളോ അല്ലെങ്കിൽ കനോട്ട് പ്രിസർവ് മിൽക്ക് അല്ലെങ്കിൽ ഡസിൻറ്റ് നോട്ട് സീൽ പ്രോപ്പർലി അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും അല്ല. ഹെവിയാണ്, അതുപോലെ തന്നെ ഫ്രജൈലാണ്. അതുകൊണ്ടാണ് ഗ്ലാസ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വാക്വം പാക്കേജിങ് ഇൻ മിൽക്ക്? വാക്വം പാക്കേജിങ്ങിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിന്ന് നമ്മൾ വാക്വത്തിൽ പാക്ക് ചെയ്യുമ്പോൾ ഓക്സിജൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെൽഫ് ലൈഫ് അവിടെ ഇൻക്രീസ് ചെയ്യാവുന്നതുമാണ്. സോ ടു ഇൻക്രീസ് ഓർ ടു റിമൂവ് ഓക്സിജൻ ആൻഡ് എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ്. വിച്ച് ടൈപ്പ് ഓഫ് മിൽക്ക് ഈസ് മോസ്റ്റ് കോമൺലി സോൾഡ് ഇൻ പോളിഎത്തിലീൻ പൗച്ചസ്? പോളിഎത്തിലീൻ പൗച്ചസിൽ നമ്മൾ കോമൺ ആയിട്ട് സെല് ചെയ്യുന്നുള്ളത് പാസ്ചറൈസ്ഡ് മിൽക്കാണ്. റോ മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്, സ്റ്റെറിലൈസ്ഡ് മിൽക്കൊന്നും നമ്മൾ പോളിഎത്തിലീൻ പൗച്ചസിൽ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, സെല് ചെയ്യില്ല. ഇതേ ചെയ്യുള്ളൂ പാസ്ചറൈസ്ഡ് മിൽക്ക്. സ്റ്റെറിലൈസ്ഡ് മിൽക്ക് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? UHT ചെയ്തത് ടെട്രാ പാക്കിലാണെന്ന് പറഞ്ഞു, അല്ലേ? റോ മിൽക്ക് നമ്മളങ്ങനെ എന്താണ് സെല് ചെയ്യാനുള്ള സാധ്യതയില്ല. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മെറ്റൽ ക്യാൻസിലൊക്കെയാണ്, ടിന്നിലൊക്കെയാണ് നമ്മൾ സെല് ചെയ്യാറുള്ളത്, അപ്പോൾ അല്ലെങ്കിൽ ടെട്രാ പാക്കിൽ. ഇവിടെ നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്ക് വരുമ്പോൾ അതാണ് പോളിഎത്തിലീൻ പൗച്ചസിൽ കൊടുക്കുന്നുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഫീച്ചർ ഓഫ് മോഡേൺ മിൽക്ക് പാക്കേജിങ് ഹെൽപ്സ് കൺസ്യൂമേഴ്സ് ഐഡൻറ്റിഫൈ ടാമ്പറിങ്? ഇവിടെ ടാമ്പർ എവിഡൻ്റ് സീൽസ് ഉണ്ടാവും കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോൻ്റെ. വാട്ട് ഈസ് ദ കീ ബെനഫിറ്റ് ഓഫ് ഫ്ലെക്സിബിൾ മിൽക്ക് പാക്കേജിങ് ഓവർ റിജിഡ് പാക്കേജിങ്? നമ്മളിപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് പൗച്ചസൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോഴുള്ള എന്താണ് ബെനഫിറ്റും, അതുപോലെ തന്നെ നമ്മൾ റിജിഡ് ആയിട്ടുള്ള നമ്മളിപ്പോൾ എന്താ ടെട്രാ പാക്ക് പോലെയുള്ള, ടെട്രാ പാക്ക് അത്ര റിജിഡ് അല്ല എങ്കിലും അങ്ങനത്തെ ഉള്ള റിജിഡ് പാക്കേജ് യൂസ് ചെയ്യുമ്പോഴുള്ള എന്താണ് ബെനഫിറ്റ്, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ മിൽക്ക് പാക്കേജിങ് യൂസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഈസിയാണ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഈസിയാണ്. ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ ഓർത്ത് നോക്കിയാൽ മതി. ഓക്കെ, ടെട്രാ പാക്ക് വെച്ച് കമ്പയർ ചെയ്യേണ്ട, ഗ്ലാസ് ബോട്ടിൽസ് അല്ലെങ്കിൽ ടിന്ന് അതൊക്കെ വെച്ച് നോക്കിയാൽ മതി, മെറ്റൽ ക്യാൻസ് ഒക്കെ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ട്രാൻസ്പോർട്ടാണ്, അതുപോലെ തന്നെ സ്റ്റോറിങ്ങും ഈസിയാണ്.
അപ്പോൾ മാർക്കറ്റ് മിൽക്കിലെ കുറച്ച് MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നാളെ 6 മണിക്ക് രാവിലെ 6 മണിക്ക് നമ്മൾ മറ്റൊരു ടോപ്പിക്കിൽ നിന്ന് MCQs ആയിട്ട് കാണാം കേട്ടോ. സോ താങ്ക് യു.